ഇതിലിപ്പോ ആരെയാണ് കുറ്റം പറയേണ്ടത്, ആർക്കാണ് പ്രശ്നമെന്നൊക്കെ ഒരു ധാർമ്മികമായിട്ടുള്ള കാര്യമാണ്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ കുട്ടിയുടെ പിതാവിനോട് തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് ആ സ്കൂളിൽ ചേർക്കാൻ പോയത്? ഇപ്പോ പുറത്തു വന്ന വാർത്തകളും വീഡിയോയും മറ്റു ഫോട്ടോകളെല്ലാം കാണുമ്പോൾ ഈ സ്കൂള് കണ്ട ഒരു പള്ളി പോലെയുണ്ട്. ആ സ്കൂളിൽ രൂപക്കൂടുണ്ട്, അതിനകത്ത് മാതാവുണ്ട്, അതുപോലെ ഒരുപാട് കുരിശും മറ്റു രൂപങ്ങളും ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടം, അവരുടെ പണം കൊണ്ട് ഉണ്ടാക്കുന്നത്, അവരുടെ സഭ നടത്തുന്നത് അവരുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. അതിന് നിയമപരമായ യാതൊരു തടസ്സമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരുടെ മതാടിസ്ഥാനത്തിൽ ഇത് നടത്തുക തന്നെ മറ്റൊരു മതത്തെ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇവർക്ക് എത്രത്തോളം അസഹിഷ്ണുത ഉണ്ടെന്നുള്ളത്. പിന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ എറണാകുളത്ത് സ്കൂളിലാണ്ടാണോ? എത്ര സ്കൂളുകൾ ഈ എറണാകുളം ജില്ലയിലുണ്ട്? ഈ സഭ നടത്തുന്ന സ്കൂളുകളായിട്ടും അല്ലാത്ത മാനേജ്മെന്റുകളായിട്ടും ഗവൺമെന്റ് ആയിട്ടൊക്കെ എത്രയോ സ്കൂളുകൾ എറണാകുളം ജില്ലയിലുണ്ട്. ഇവയിൽ മിക്ക സ്കൂളുകളിലും, സഭ നടത്തുന്ന സ്കൂളുകളിൽ രൂപക്കൂടുണ്ട്, കർത്താവിന്റെ രൂപമുണ്ട്, മാതാവിന്റെ രൂപമുണ്ട്, കുരിശുണ്ട്, എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് മറ്റു മതങ്ങളെ അംഗീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അങ്ങനെ നല്ല മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളും ഉണ്ട്. ഈ മറ്റ് മാനേജ്മെന്റിൽ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായ സ്കൂളിൽ ഇവർ ഇങ്ങനെയെല്ലാം ഇവരുടെ മതം അനുഷ്ഠിച്ച് അവര് കന്യാസ്ത്രീമാരുടെ തലയിൽ വെയിലിടുന്നു, അവരുടെ സഭാവസ്ത്രം ധരിക്കുന്നു, അങ്ങനെയെല്ലാം പോയിക്കൊണ്ടിരിക്കെ തന്നെ ഒരു ഹിജാബ് അവർക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ മനസ്സിലാക്കാം അവർക്ക് എത്രത്തോളം അസഹിഷ്ണുത ഉണ്ടെന്നുള്ളത്. പിന്നെ നിങ്ങൾ എന്തിനാ ആ സ്കൂളിൽ ചേർക്കണം? അവിടുത്തെ നിയമങ്ങളും എല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ അവിടെ ചേർത്തിട്ട് 4 മാസം ആ കുട്ടിയെ അവിടെ പറഞ്ഞു വിട്ട് ആ കുട്ടി അതിന്റെ ഡിപ്രഷനും അനുഭവിച്ച് ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇപ്പൊ അത് വേണ്ട, കുഴപ്പമില്ല, ഞാൻ പഴയതുപോലെ പോയിക്കോളാമെന്ന്. അപ്പൊ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ? ഇവിടെ ആളുകൾ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കാനായിട്ട്. അതിനിടയിൽ ഇത്രയെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടായിരുന്നു ആ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കാനും പിന്നീട് അവിടെ നിന്ന് പിന്നെ പ്രശ്നം ഉണ്ടാക്കാനും? ഇനിയിപ്പോ തട്ടവിടാതെ തന്നെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി, ഒരു വിദ്യാർത്ഥി നിങ്ങളുടെ കലാലയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പേരുകാരനാണെങ്കിൽ നിങ്ങൾ ആ കുട്ടി എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക?